ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. തിരുപ്പതി സായി കോടീശ്വരനായ ഒരു സ്വർണ വ്യാപാരി, ആന്ധ്ര സ്വദേശി, തിരുപ്പതി ഭഗവാന്റെ പരമഭക്തൻ. ഭാര്യയും ഭക്ത തന്നെ. പക്ഷേ അവരുടെ മനസ്സിൽ തിരുപ്പതി ഭഗവാൻ കുടികൊണ്ടത് സത്യസായി രൂപത്തിലും. ഭർത്താവിന് ഭാര്യയുടെ സായി ഭക്തിയിൽ അത്ര താല്പര്യമൊന്നുമില്ല. അവസരം കിട്ടുമ്പോൾ കളിയാക്കും, ശാസിക്കും. പുട്ടവർത്തിയിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രം. ബാബയെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന്റെ ബുദ്ധിയും പദവിയും അനുവദിച്ചില്ല. മാജിക് കാണിക്കുന്ന ഒരാൾ ദുർബല മനസ്കരെ ആകർഷിക്കുന്നു. ധനസമ്പാദനത്തിലുള്ള ഓരോ വഴികൾ. ഈശ്വരൻ എങ്ങനെ മനുഷ്യനാകും? ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ യുക്തിചിന്ത വഴിതെറ്റി സഞ്ചരിച്ചു. പക്ഷേ താൻ പ്രാർത്ഥിക്കുന്ന വിഭു, സപ്തഗിരിക്ക് ഉടയവൻ, തിരുപ്പതി ഭഗവാൻ സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ എന്ന് ഉറപ്പായി അദ്ദേഹം വിശ്വസിച്ചു. തൻ്റെ ഭക്തനെ നേർവഴി തെളിക്കേണ്ടത് വെങ്കടേശന്റെ ചുമതല തന്നെ. അതിനായി കാലവും കാത്ത് കാലസ്വരൂപൻ ഇരുന്നു. കുറച്ചു കാലം കഴിഞ്ഞു. വീട്ടുകാരിക്ക് എന്തോ ശാരീരിക ക്ലേശം. ഓരോ ദിവസവും ക്ഷീണം വർദ്ധിക്കുന്നു. ഇടയ്ക്കിടെ പനി, അസ്വസ്ഥത. ഡോക്ടർമാർ വിദഗ്ധമായി പരിശോധിച്ചു, രോഗനിർണയവും ചെയ്തു. ക്യാൻസർ. ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. രോഗവിവരം അറിഞ്ഞ് അവർ സ്തബ്ധരായി മുഖാമുഖം നോക്കി അടക്കി കരഞ്ഞു. ഭക്തഹൃദയത്തിന്റെ സന്താപച്ചൂട് സപ്തഗിരിനാഥൻ അറിഞ്ഞു. ഭക്തയുടെ സായിരാം ജപം പ്രശാന്തിധാമത്തിൽ അമരുന്ന മഹാപ്രഭുവും കേട്ടു. പ്രാർത്ഥനകളോടെ അവർ ചികിത്സ ആരംഭിച്ചു. അത്യത്ഭുതകരമായിരുന്നു ചികിത്സാഫലം. ഡോക്ടർമാരെ അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ അസുഖം വളരെ വേഗം ഭേദമായി. തൻ്റെ പ്രാർത്ഥന കേട്ട, തനിക്ക് തൻ്റെ പ്രിയതമയെ തിരിച്ചു തന്ന വെങ്കടേശ്വരനെ കാണാൻ ഭർത്താവിന് തിടുക്കമായി. സായി സന്നിധിയിൽ എത്തുവാൻ ഭാര്യയ്ക്കും. വെങ്കടേശ്വരന് വഴിപാടായി രത്നഖചിതമായ ഒഡ്യാണം സമർപ്പിക്കാൻ കോടീശ്വരൻ തീരുമാനിച്ചു. വിവരം ക്ഷേത്രത്തിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. തങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും അതിനുള്ള കാര്യങ്ങൾ ഒരുങ്ങണമല്ലോ. അങ്ങനെ അവർ യാത്രയായി. പോകുന്ന വഴിക്കാണ് പ്രശാന്തി നിലയം. ഭാര്യ ആവശ്യപ്പെട്ടു, ഏതായാലും പോകുന്നത് ആ വഴിക്കല്ലേ, നമുക്ക് സ്വാമി ദർശനം കഴിഞ്ഞു പോകാം. ഭർത്താവ് അർദ്ധമനസ്സോടെ സമ്മതിച്ചു. അവർ ദർശനത്തിനായി ഇരുന്നു. ഭഗവാൻ എഴുന്നള്ളി. സ്വാമി ഭക്തയുടെ സമീപം ചെന്നു. അവർ മാത്രം കേൾക്കത്തക്ക വിധം ചോദിച്ചു, ഒഡ്യാണം എവിടെ? മുറിയിലാണ് സ്വാമി. വൈകുന്നേരം ദർശനത്തിനായി വരുമ്പോൾ അതും കൊണ്ടുവരിക, അവനോട് പറയണ്ട. കൽപ്പനയും നൽകി ഭഗവാൻ നടന്നു നീങ്ങി. ഭാര്യ വിവരം ഭർത്താവിനോട് പറഞ്ഞില്ല. വൈകുന്നേരത്തെ ദർശനവേള. സ്വാമി ഭാര്യയെ മാത്രം ഇന്റർവ്യൂവിന് വിളിച്ചു. മുറിക്കകത്തെത്തിയപ്പോൾ സ്വാമി തിരക്കി. ഒഡ്യാണം? അവർ പട്ടിൽ പൊതിഞ്ഞിരുന്ന ഒഡ്യാണം പുറത്തെടുത്തു. അവിടെ വെച്ചേക്കൂ. മുറിയിലുണ്ടായിരുന്ന ടീപ്പോയിൽ നോക്കി സ്വാമി നിർദ്ദേശിച്ചു. ഭഗവത് കൽപ്പന അനുസരിക്കുകയല്ലാതെ എന്തു ചെയ്യും? അവർ അനുസരിച്ചു. അതിനുശേഷം ഭക്തയ്ക്ക് അനുഗ്രഹവും നൽകി പറഞ്ഞയച്ചു. സ്വാമിയുടെ ഇന്റർവ്യൂവും അനുഗ്രഹവും കിട്ടിയെങ്കിലും അവർക്ക് പരിഭ്രമമായി. ഭർത്താവിനോട് ഒഡ്യാണത്തിന്റെ കഥ എങ്ങനെ പറയും? പറയാതിരിക്കും. നാളെ തിരുപ്പതിയിൽ വഴിപാട് എങ്ങനെ നടത്തും? സത്യം പറയാതെ നിവൃത്തിയില്ലല്ലോ. അവർ പേടിച്ചു വിറച്ച് കാര്യങ്ങൾ അറിയിച്ചു. വിവരമറിഞ്ഞപ്പോൾ ഭർത്താവ് കോപം പൂണ്ടു. തൻ്റെ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കേണ്ടത് നഷ്ടമായതിൻ്റെ വേദന തീവ്രമായിരുന്നു. എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവരൊക്കെ ധനം സമ്പാദിക്കുവാനായി നടക്കുന്നവരാണെന്ന്? പോയത് പോട്ടെ, നിനക്ക് ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലായല്ലോ. ഇവരെ ഒന്നും വിശ്വസിച്ചുകൂടാ. ഭാര്യ ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം അവർ യാത്ര തുടർന്നു. തിരുപ്പതിയിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹം ദേവസ്വം കാര്യാലയത്തിലെത്തി ക്ഷമാപണം നടത്തുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ക്ഷേത്ര കാര്യാലയത്തിലെത്തി വിവരം അവതരിപ്പിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അധികാരി എന്തോ ആലോചിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അദ്ദേഹം ഒരു ബുക്ക് എടുത്ത് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം തന്നെ നിങ്ങളുടെ പേരിൽ ഒരു ഒഡ്യാണം ഇവിടെ സമർപ്പിച്ചിരുന്നു. അതിന്റെ രസീതും എഴുതി കൊണ്ടുപോയല്ലോ. സ്വർണ വ്യാപാരി അന്തിച്ചുപോയി. അദ്ദേഹം ബുക്ക് വാങ്ങി പരിശോധിച്ചു. തൻ്റെ പേരിൽ തന്നെ ഒഡ്യാണം സമർപ്പിച്ചിരിക്കുന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ അതിലുണ്ട്. ഒന്നും മിണ്ടാനാവാതെ സ്തബ്ധനായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. മനസ്സിൽ വെങ്കടേശന് പകരം താൻ ഇത്രയും കാലം ആദരിക്കാതിരുന്ന സത്യസായി രൂപം മിന്നിത്തിളങ്ങി. ഉടൻ തന്നെ സ്വാമിയെ കാണണം മനസ്സ് ആർത്തു വിളിച്ചു. ക്ഷേത്രദർശനം തിടുക്കത്തിൽ എങ്ങനെയോ കഴിച്ചുകൂട്ടി അവർ പുട്ടവർത്തിയിലേക്ക് കുതിച്ചു. ഭാര്യ അതീവ സന്തോഷവതിയായിരുന്നു. ഒടുവിൽ തൻ്റെ ഭർത്താവിൻ്റെ ഭേദബുദ്ധി മാറിയിരിക്കുന്നു. അവർ പ്രശാന്തി നിലയത്തിലെത്തി. ദർശനത്തിനായി കാത്തിരിക്കുന്ന ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ അദ്ദേഹത്തിന് തോന്നി. മനസ്സ് ഉരുകുകയായിരുന്നു. താൻ ഇന്നേ വരെ പറഞ്ഞിരിക്കുന്ന അബദ്ധവചനങ്ങൾക്ക് മാപ്പിരക്കുകയായിരുന്നു.
കാത്തിരിപ്പിന്റെ ഒടുവിൽ സ്വാമി എത്തി. പുഞ്ചിരിയോട് ഭഗവാൻ ഇരുവരെയും ഇന്റർവ്യൂ മുറിയിലേക്ക് ക്ഷണിച്ചു. എന്താ വിശേഷം? സ്വാമി തിരക്കി. നിറമിഴികളോടെ അദ്ദേഹം കൈകൂപ്പി നിന്നു. ഒഡ്യാണം എവിടെ? സ്വാമി വീണ്ടും ചോദിച്ചു. മൗനമായിരുന്നു മറുപടി. അതാ ഒഡ്യാണം. സ്വാമി കൈ ചൂണ്ടി. അവർ അങ്ങോട്ട് നോക്കി. തലേ ദിവസം വെച്ചിട്ട് പോയ ഒഡ്യാണം അതേ രീതിയിൽ തന്നെ ടീപ്പോയിൽ ഇരിക്കുന്നു. സ്വാമി? അദ്ദേഹം ഈറൻ മിഴികളോട് വിതുമ്പി മെല്ലെ വിളിച്ചു. വെങ്കിടേശ്വരനും ഞാനും തമ്മിൽ ഭാഗം വയ്പ് കഴിഞ്ഞിട്ടില്ല. ഭഗവാൻ മൃദുവായി അരുളി. മത്ത പരതരം നാണ്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. അന്ന് ഭഗവാൻ അർജുനോട് അരുളി. ഞാനല്ലാത്തതായി, എന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല അർജുന. ഭക്തിയുടെ ആദ്യ പടവുകളിൽ ഭേദബുദ്ധി ആർക്കും കലശലായിരിക്കും. ഏതാണോ ഭക്തന്റെ ഉപാസനാമൂർത്തി, ആ ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ വിഭു താൻ തന്നെയാണ് സർവവും എന്ന ജ്ഞാനം അവനിൽ ക്രമേണ ഉളവാക്കുന്നു. അങ്ങനെ ഉപാസനാമൂർത്തിയെ എല്ലായിടവും ദർശിച്ച് ഒടുവിൽ തൻ്റെ ഉപാസനാമൂർത്തിയിൽ തന്നെ സർവ്വതും ദർശിച്ച് ഭക്തൻ സാഫല്യമടയുന്നു. ഇതിനെല്ലാം ആധാരം വിഭുവിൻ്റെ അപാര കാരുണ്യം തന്നെ. ഭഗവാൻ ഒരിക്കൽ വലിയൊരു ഭക്ത സദസ്സിനോടായി അരുളി. ആരുടെയും വിശ്വാസങ്ങൾ തച്ചുടച്ച് പുതിയത് സ്ഥാപിക്കാൻ വന്നതല്ല ഞാൻ. ഈ നാമത്തിനോ രൂപത്തിനോ പ്രചാരണത്തിനോ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ മറന്ന ആ പുരാതന രാജപാത, ഈശ്വര സാക്ഷാത്കാരം യാത്രായോഗ്യമല്ലാതായിരിക്കുന്നു. അത് വെട്ടിത്തെളിച്ച് നിങ്ങളെ വഴി കാണിക്കാൻ വന്നതാണ് ഞാൻ. സായി ത്രയങ്ങളിലൂടെ ശ്രദ്ധിസായി, സത്യസായി, പ്രേമസായി. സായി അവതാര ദൗത്യം പൂർത്തീകരിക്കും. എന്നെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിഞ്ഞവർ മഹാസുഹൃതികൾ. ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. നാരദാദികളെ ഇത്തവണ ഞാൻ എന്നോടൊപ്പം കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്നെ സേവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുന്നതിന് വേണ്ടി. ഇതിലുപരി ഇനി എന്താണ് കേൾക്കാനുള്ളത്? നിങ്ങളുടെ ആനന്ദമാണ് എനിക്ക് ആഹാരം എന്നരുളിയ ഭഗവാൻ നമുക്കരികിൽ. അവിടുന്ന് കാണിക്കുന്ന പാതയിലൂടെ നമുക്ക് നീങ്ങേണ്ടതുണ്ട്. അതിനായി സദാ ഇഷ്ടദേവതയുടെ തിരുനാമം നാവിൽ വിളങ്ങണം. വാസനാമാലിന്യങ്ങൾ നിറഞ്ഞ മനസ്സിൽ തിരുനാമം ഉദിക്കാൻ ഭഗവത് കഥകൾ കേൾക്കുക മാത്രമാണ് മായാമോഹിതർക്ക് ഉപായം. നമ്മെ പുളകം കൊള്ളിച്ച പുരാണ കഥകൾ അതിനേക്കാൾ ശക്തമായി ലോക നാടകവേദിയിൽ ഇപ്പോഴിതാ അവതരിപ്പിക്കപ്പെട്ടു. മാംസചക്ഷുസ്സുകൾ കൊണ്ട് തന്നെ നമ്മിൽ പലരും അത് കണ്ടും അനുഭവിച്ചും സാക്ഷികളായി. ഒരിക്കൽ കൂടി ഭഗവത് കൃപയാൽ ആ കഥകൾ നമുക്ക് സ്മരിക്കാം. ആ വാണികൾ മനനം ചെയ്തുറപ്പിക്കാം. വിചാരം ചെയ്ത് വിശുദ്ധരായി ശാന്തവും സമൃദ്ധവും അമൃതവുമായ ആനന്ദത്തിൽ മുഴുകാം.